ഞാനൊരു ഒനിയൻ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു സ്നാക്കായിരിക്കും ഇത്. അതിനായി ഈ വലുപ്പത്തിലുള്ള 2 സവോള വളരെ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി. കുറച്ച് പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില. പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒനിയൻ പക്കോടയിൽ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇത് ഞാൻ മറന്നു പോയതാണ്. ഇതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സവാളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടികൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലിട്ട് വറുത്ത് പോരാം. നമ്മുടെ ക്രിസ്പിയായ പക്കോടാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ പക്കോടാസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.